ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനല്ല പാചകം ചെയ്യുന്നത്, എൻ്റെ ഹസ്ബൻഡാണ്. ഇന്ന് ഞങ്ങൾക്കൊരു അവധി ദിവസമായതുകൊണ്ട് ഞങ്ങൾ മൂന്നും വീട്ടിലുണ്ടാവും. അപ്പോൾ മജൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് സാധനങ്ങൾ വേണം. നമുക്കടുത്തിവിടെ സഫാരി ഉള്ളതുകൊണ്ട് എപ്പോഴും പോയി വരും. അപ്പം നമുക്ക് വേണ്ടുന്ന സാധനം അന്നേരം പോയി വാങ്ങിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. ഏട്ടൻ അവിടെ ചിക്കൻ ക്ലീൻ ആക്കുന്ന സമയം കൊണ്ട് എനിക്കൊരു പണി തന്നു. ഉള്ളി അരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഉള്ളി പിന്നെ നമുക്ക് ഈ ചോപ്പറുള്ളത് കൊണ്ടെല്ലാം പെട്ടെന്നായതുകൊണ്ട് ഞാൻ ഷടപടിയെന്ന് ചെയ്ത് കൊടുത്തപ്പം അടുത്ത പണി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു തരാം. അപ്പോൾ പിന്നെ ചോപ്പറുള്ളത് കൊണ്ടെല്ലാം പെട്ടെന്നാണ്. പിന്നെ അതുകൊണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഹാഫ് ബോയിൽ മതി. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞളും ഉപ്പും കുരുമുളകും കൂടി ഇട്ട് തിളപ്പിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് മോളെന്തെടുക്കാമെന്ന് നോക്കിയിട്ട് വരാൻ പോയപ്പോൾ ആൾ നല്ലപോലെ ഇരുന്ന് ടി വി കാണാം. ഹായ്, എന്താ കിടപ്പ്. പിന്നെ ആ കിടപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇച്ചിരി സ്നാക്സ് കൂടെ കൊടുക്കാം. അങ്ങനെ സ്നാക്സ് കുറച്ച് കൊടുത്തു. ആൾക്കതൊന്നും പിടിച്ചിട്ടില്ല. എന്നാലും ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ച് കഴിക്കാൻ തുടങ്ങി എന്നാണ് ഭാവം. ഓക്കെ, ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നപ്പോൾ വെള്ളം തിളച്ചു. നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഓരോന്ന് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമ്മൾ അരി കഴുകിയെടുത്തു. പിന്നെ കുറച്ച് മസാലകൾ വേണം, ഗരം മസാല, അതൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് മജൂസ് മസാലയും കൂടെ വേണമായിരുന്നു, അതും എടുത്തു. പിന്നെ അതിൽ നമ്മൾ ഉരുളി വഴറ്റി കഴിയുമ്പോൾ ഇടാൻ കുറച്ച് തക്കാളിയും വേണമായിരുന്നു, അതും കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ഇനി ഈ കട്ട് ചെയ്ത് വെച്ചതും ഈ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഓരോന്നിട്ട് നമ്മൾ മുറിച്ച് വഴറ്റിയെടുക്കാം കേട്ടോ. പോയി നീ എന്ത് വിഷപാടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ മോളെ നോക്കാൻ പോയി. മോക്ക് ഞാനൊരു ചിക്കൻ പീസ് കൊടുത്തിരുന്നു, അത് ഫുള്ള് നീറ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിനി വഴണ്ട് വന്ന ടൊമാറ്റോ, ഓണിയൻ, ഗാർലിക്, ഇതിലും മൂന്നിലും നമ്മളിനി മസാല ചേർക്കണം. അത് മജൂസ് മസാലയാണ്. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് കളയരുത്. അത് കളയാതെ നമ്മളത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നാരങ്ങ ആഡ് ചെയ്യണം. നാരങ്ങ നോക്കിയിട്ട് കണ്ടില്ല, ആളതൊരു പൗച്ചിലാക്കിയിട്ടാണ് ചിക്കൻ കഴിക്കാൻ പോയത്. പിന്നെ ആ നാരങ്ങ തപ്പിയെടുത്ത് അതൊന്ന് പൊട്ടിച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തു. തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ മസാലയിലോട്ട് ചിക്കൻ വഴറ്റാനുണ്ടാകും.
എന്താ വേണം? ചിക്കി വേണോ? ചിക്കി തീർന്നു. പാവം ചിക്കൻ തീർന്നു. അപ്പോൾ ചിക്കന് വന്നതാണ്. അപ്പോൾ നേരത്തെ കൊടുത്ത ചിക്കൻ്റെ കാലെവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ അതെടുത്ത് നോക്കാൻ പോയതാണ് ഞാൻ. അപ്പോൾ നമ്മൾ ചിക്കൻ, അപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചേക്കുന്ന അരി ഇതിൻ്റെ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി നല്ല രീതിയിൽ ഇളക്കി ഉപ്പൊക്കെ പാകത്തിന് ഉപ്പൊക്കെ നോക്കി അടച്ചു വെക്കണം. ബാസ്മതി റൈസ് വേകുന്ന ടൈമിങ് അറിയാമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതേ കണ്ടില്ല, നമ്മൾ വിസിൽ വെച്ചിട്ടില്ല, ജസ്റ്റ് ആവിയിലാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളെടുത്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ അത് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ നമ്മളിനി ലാസ്റ്റ് സ്റ്റെപ്പ് ഒരു സാധനം ആഡ് ചെയ്യണം. അതായത് നമ്മൾ മുളക്, നമ്മൾ മജ്ബൂസിനൊക്കെ ഇടുന്ന ഒരു മുളകാണ്, സാധാ മുളകല്ല. അപ്പോൾ ആ മുളകും പിന്നെ മല്ലിയിലയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം അതൊന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൽ മല്ലിയിലൊക്കെ ആഡ് ചെയ്തു. മുളക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുത്തു. എനിക്കിഷ്ടമാണ് ഈ മുളകിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ ചെറിയ തീയിൽ സ്ലിമ്മിൽ നമ്മളൊന്നുകൂടെ ആവി കയറ്റാൻ വെച്ചേക്കാണത്. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്നത് നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ മാത്രമല്ല, നമുക്ക് വേറെ ഇവിടെ സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ കൂടെയാണ് നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. മിക്ക വെള്ളിയാഴ്ചയും നമ്മളിത് ഉണ്ടാക്കാറുണ്ട്. ഇതല്ലാതെ മറ്റേ ഫ്രൈഡ് റൈസും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ ഏട്ടൻ്റെ മാസ്റ്റർ പീസ്. വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നെങ്കിൽ മജ്ബൂസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ആയിരിക്കും. റെയറാണ് നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കുന്നത്. ഇത് കണ്ടില്ലേ, മുളകൊക്കെ ഇട്ട് മല്ലിയിലൊക്കെ ഇട്ടപ്പം ആളെ കുട്ടപ്പനായി. ഇനിയിപ്പോൾ നമുക്ക് സെർവിങ് ഡിഷിലേക്ക് എടുത്താലോ. ഇനി നമുക്ക് അധിക സമയമില്ല, മജ്ബൂസ് റെഡിയാണ്. നമ്മളൊരു സെർവ് ഡിഷിലോട്ട് മാറ്റി കഴിക്കാൻ തുടങ്ങാൻ പോവാണ്. ബിക്കോസ് ഓൾറെഡി ലേറ്റായി, എല്ലാവരും വിളി തുടങ്ങി ഫുഡ് എവിടെയും ചോദിച്ചിട്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.